ഹൈദരാബാദിനെതിരെ ഒരു മാച്ചിൽ എനിക്ക് ചാൻസ് കിട്ടുകയാണ് കേരളത്തിന് വേണ്ടി ആദ്യമായി ജേഴ്സി അണിയാൻ വേണ്ടി. അവിടെയും ലാസ്റ്റ് മാച്ചിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒരു ബോളിൽ 4 റണ്ണായിരുന്നു. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. ക്രിക്കറ്റ് സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള എക്സ്പെൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. സജനയുടെ ഒരു മെന്റൽ ആ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത് ആദ്യമായിട്ട് WPL സജന കളിക്കുന്ന മാച്ചിന് ലാസ്റ്റ് ബോളിൽ 6 അടിച്ചാൽ ജയിക്കും. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ക്രിക്കറ്റ് കളി നിർത്തിയപ്പോൾ ഇപ്പൊ എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ് ഇപ്പം സ്കോർ നോക്കലും പറയലും. അങ്ങനെയാണ് മോക്ക് സജനാനും മോന് സച്ചിന് പേര്. ഹൈദരാബാദിനെതിരെ കേരളം ജയിക്കുന്ന ആദ്യ മാച്ചും എന്റെ ഡെബ്യൂ മാച്ചും അതായിരുന്നു. സച്ചിന്റെ കാരണം തന്നെ കുറെ കുട്ടികൾ അക്കാഡമിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പെർഫോമൻസ് കാരണമല്ല. പിന്നെ ഞങ്ങൾ അറിയാം ആരാ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറിന്റെ അമ്മ അച്ഛന്. അതിലേറെ അഭിമാനം ഇനി എന്താ ഉള്ളത്? വയനാടിന്റെ മനോഹരമായ മലനിരകൾക്കിടയിലെ പച്ചപ്പണിഞ്ഞ മൈതാനത്ത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾ വിരിഞ്ഞു തുടങ്ങുന്നു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി. സജന സജീവൻ എന്നൊരു പ്രൊഫഷണൽ ക്രിക്കറ്റർ വളർന്നു വരാനും ഇന്ത്യ കളിക്കാനും ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായി എങ്ങനെ മാറണമെന്നും അതിൻ്റെ പുറകിൽ പ്രയത്നിച്ച ഒരേ ഒരു അസോസിയേഷനാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. KCA എന്നൊരു അസോസിയേഷൻ്റെ പിൻബലത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. സജനയെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ഏതായാലും സജന കേരളത്തിൻ്റെ അണ്ടർ 23 ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേരളത്തിന് വേണ്ടി കൊണ്ടുവന്ന ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അക്കാഡമിയിലൊരു വന്ന കാലം മുതൽ ഒരു ആക്റ്റീവ് ഫിഗറാണ് സജനയുടെ ഒരു ക്യാരക്ടറും. പിന്നെ അത് കഴിഞ്ഞിട്ട് കളിയിലോടുള്ള നമുക്കറിയാം, കളി വളരെ സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. ഞാൻ നോക്കുന്നു ഗൗതം ഗംഭീറിൻ്റെ ഒരു ബാറ്റ് സജനയ്ക്ക് കൊടുത്ത കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ആ സമയത്തൊക്കെ ഞാനും അസോസിയേഷൻ്റെ ഭാരവാഹിയ സമയത്ത് അപ്പോൾ എപ്പോഴും എപ്പോൾ ചെന്നാലും സാറെന്ന് പറഞ്ഞ് ഓടി വരുന്നു. ഒരു ലൈവ്ലി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. നമ്മുടെ അക്കാഡമിയിലുള്ള പല കുട്ടികളെയും പോലെ വളരെ സ്ട്രഗിൾ ചെയ്താണ് സജന ക്രിക്കറ്റ് കളിച്ചിരുന്നത്. അത്രയും ടാലൻറ്റും അതുപോലെ ഹാർഡ് വർക്കിങ്ങും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ലെവലിൽ കളിക്കാനായിട്ട് പറ്റിയത്. വളരെ പോസിറ്റീവായിട്ട് ടീമിലുള്ള ജൂനിയേഴ്സിൻ്റെ അടുത്താകട്ടെ അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ടീംമേറ്റ്സിൻ്റെ അടുത്തും വളരെ പോസിറ്റീവായിട്ട് ഉള്ളൊരു അപ്രോച്ച് ആണ് സജനയുടേത്. ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം എപ്പോൾ മുതലാണ് തുടങ്ങിയതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ വ്യക്തമായിട്ടുള്ള പ്രായമോ ഏതൊരു സീസണിലാണ് അത് തുടങ്ങിയതെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ബിക്കോസ് ഒരു ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ അച്ഛനായാലും അച്ഛൻ്റെ അനിയന്മാരായാലും ക്രിക്കറ്റിനോട് ഭയങ്കര പാഷനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ബട്ട് അതൊരു പ്രൊഫഷണലാക്കി വരുമെന്നോ ഇന്ത്യൻ ലെവൽ എത്തുമെന്നോ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. നടക്കാൻ തുടങ്ങിയ പ്രായം മുതൽ എൻ്റെ അച്ഛൻ എൻ്റെ ബർത്ത്ഡേക്കെല്ലാം വാങ്ങി തന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ക്രിക്കറ്റ് ബാറ്റായിരുന്നു. ക്രിക്കറ്റ് ബാറ്റും ക്രിക്കറ്റ് ബോളും. അപ്പോഴത്തന്നെ എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും എല്ലാവരും എനിക്ക് അതിനുവേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. അവർ ബോളിട്ട് തരാനും എന്നെ കൊണ്ട് കളിപ്പിക്കാനും എല്ലാം എൻ്റെ കൂടെ തന്നെ അവരുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ തൊട്ട് വീടിൻ്റെ അടുത്തൊരു ലവ് ഷോർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അച്ഛൻ്റെതായ ജോലികളിൽ ഏർപ്പെടുമ്പോൾ അവിടുത്തെ ഏട്ടന്മാരാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ ചെറുപ്പകാലത്തെല്ലാം. അപ്പോൾ അവരെനിക്ക് മരത്തിൻ്റെ ബാറ്റ് ഉണ്ടാക്കി തരും, ബോൾ ഉണ്ടാക്കി തരും, കുട്ടി കുട്ടി സ്റ്റെമ്പുകളെല്ലാം ഉണ്ടാക്കി തന്ന് അങ്ങനെയാണ് അവരിലൂടെയാണ് ഞാൻ ക്രിക്കറ്റ് ബാറ്റും ബോളും എല്ലാം ആ ഒരു കോണ്ടാക്ട് തുടങ്ങിയത്. ആ ഒരു സമയം മുതലാണ്. അതിനുശേഷം എല്ലാവരും ഈ ഒരു ഏരിയയിൽ ഞാനായിരുന്നു ആദ്യത്തെ പെൺകുട്ടി. സോ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്ന എല്ലാം പയ്യന്മാരായിരുന്നു. സോ അവരുടെ കൂടെ നടക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാം ഞാൻ അവരുടെ കൂടെയാണ് കളിച്ചത്. സോ ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒരുവിധം പയ്യന്മാർ കളിക്കുന്ന എല്ലാ ഗെയിംസിലായിരുന്നു ഞാൻ കൂടുതൽ ഇൻവോൾവ് ചെയ്തിരുന്നത്. സ്കൂൾ അധ്യാപികയായ എൽസമ്മ ടീച്ചറുടെ പ്രോത്സാഹനത്തിൽ സജന ക്രിക്കറ്റിനെ തന്റെ വഴിയായി തിരഞ്ഞെടുത്തു. എൽസമ്മ ടീച്ചറാണ് എന്നെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത്. +1 +2 സമയത്ത്
സ്കൂളിലത്തെ കായിക അധ്യാപികയായിരുന്നു എൽസമ്മ ടീച്ചർ. ടീച്ചറാണ് ക്രിക്കറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏറ്റവും പിന്നോക്ക ജില്ലയായ വയനാട്ടിൽ നിന്ന് ഞാൻ ഇവളെ കൊണ്ടുപോകുമ്പോൾ പിന്നെ ഞങ്ങളെ ഏറ്റവും തഴയപ്പെട്ട ജില്ലയായതുകൊണ്ട് തന്നെ സെലക്ഷൻ കിട്ടാൻ വളരെ പ്രയാസപ്പെട്ട സ്ഥലത്താണ് ഇപ്പം ഇന്ത്യ കളിക്കാൻ എൻ്റെ 2 പിള്ളേരാണ്, മിന്നുമണിയും സജനയും. 2 പേരും എൻ്റെ പിള്ളേരാണ്. ക്രിക്കറ്റ് അസോസിയേഷൻ വഴി പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റില്ല. കാരണം ഏറ്റവും പിന്നോക്ക ജില്ലയായ ഞങ്ങൾ ഒരു ബാറ്റ്, ഒരു ബോള്, അതൊക്കെ ഞങ്ങളുടെ സ്വപ്നമായിരുന്നു. എൻ്റെ മകൾ അനുമോളുടെ ബാറ്റ് കൊണ്ടും ബോളും കൊണ്ടാണ് ഞങ്ങൾ ആദ്യം കളിച്ച് ഇവരെ ഒരു ജില്ലയ്ക്ക് അല്ല ഒരു സ്റ്റേറ്റിന് കൊണ്ടുപോയത്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും വളർച്ച എത്രമാത്രം സന്തോഷം ഉളവാക്കുമെന്ന് പറയേണ്ടതല്ലോ. രണ്ടായിരത്തി 12-13 വർഷങ്ങളിലാണ് ഞാൻ വുമൻസ് ക്രിക്കറ്റിനെ പറ്റി അറിയുന്നതും വുമൻസ് ക്രിക്കറ്റിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയതും. അതിനു മുമ്പ് ഞാൻ അത്ലറ്റിക്സും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന ടീച്ചർക്ക് അറിയാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇതേപോലെ വുമൻസ് ക്രിക്കറ്റിൻ്റെ സെലക്ഷൻ ട്രയൽസ് വരുന്നുണ്ട്, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ എൻ്റെ അടുത്തേക്ക് വരുന്നത്. ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു സെലക്ഷൻ ട്രയൽസ്. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് സെലക്ഷൻ ട്രയൽസ് നടന്നുകൊണ്ടിരുന്നത്. സോ ആദ്യ ട്രയൽസിൽ ഞാനും ടീച്ചറും എല്ലാവരും പോകുന്നു, ഞങ്ങൾ പങ്കെടുക്കുന്നു. അപ്പോൾ ആ വർഷം തന്നെ മറ്റൊരു സീനിയർ ടീമിൻ്റെ ട്രയൽസും കൂടി നടന്നു. സീനിയറിൻ്റെ ട്രയൽസിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ ഫസ്റ്റ് റിസർവായിട്ട് സ്ഥാനം ലഭിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളുടെ സീനിയർ മോസ്റ്റ് പ്ലെയറിന് കളിക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഫസ്റ്റ് റിസർവായിട്ടുള്ള എനിക്കാണ് ചാൻസ് കിട്ടിയത് ടീമിൻ്റെ കൂടെ പോകാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ എത്തുന്നതും ടീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നതും അപ്പോഴാണ്. അപ്പോൾ കൂടെ എനിക്ക് ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റ് എന്താണെന്നോ ഞാനൊരു പ്രൊഫഷണൽ പ്ലെയറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ടീമിൽ വന്നു, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യകാലത്ത്. പിന്നെ അതിനുശേഷം ടീമിൻ്റെ കൂടെ ട്രാവൽ ചെയ്ത് ചെന്നൈയിൽ വെച്ചായിരുന്നു മാച്ച്. ലാസ്റ്റ് ഹൈദരാബാദിനെതിരെ ഒരു മാച്ചിൽ എനിക്ക് ചാൻസ് കിട്ടുകയാണ് കേരളത്തിന് വേണ്ടി ആദ്യമായി ജേഴ്സി അണിയാൻ വേണ്ടി. അവിടെയും ലാസ്റ്റ് മാച്ചിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് ഒരു ബോളിൽ 4 റണ്ണായിരുന്നു. ആ 4 റണ്ണ് അടിച്ചിട്ടാണ് കേരള ടീമിനെ ജയിപ്പിച്ചിട്ടാണ് ഞാൻ കേരള ടീമിൽ ഇടം നേടുന്നത്. അപ്പോൾ ഹൈദരാബാദിനെതിരെ കേരളം ജയിക്കുന്ന ആദ്യ മാച്ചും എൻ്റെ ഡെബ്യൂ മാച്ചും അതായിരുന്നു. സോ ആശ ചേച്ചീൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഞാൻ ആദ്യമായിട്ട് കളി തുടങ്ങിയത്. സോ അങ്ങനെയാണ് ഞാൻ കേരള ടീമിൻ്റെ സ്ഥിരം സാന്നിധ്യമായിട്ട് മാറുന്നത്. സജനയുടെ സ്വപ്നയാത്രയ്ക്ക് കരുത്തായത് അച്ഛനും അമ്മയും നൽകിയ പിന്തുണയാണ്. എൻ്റെ ക്രിക്കറ്റ് കരിയറിലെ ഏറ്റവും വലിയ പിന്തുണ എൻ്റെ കൂടെ നിന്നത് എൻ്റെ രക്ഷിതാക്കൾ തന്നെയായിരുന്നു. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. ക്രിക്കറ്റ് കരിയർ ഒരു പ്രൊഫഷണലാക്കി എടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള എക്സ്പെൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അച്ഛൻ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാൽ കൂടെ ഫുൾ സപ്പോർട്ടിന് അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേപോലെ അമ്മ മാനന്തവാടി മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. അച്ഛനും അമ്മയാണ് തുടക്കം മുതലേ ക്രിക്കറ്റിനെ പറ്റിയിട്ടാണെങ്കിലും ഏതൊരു ഫീൽഡിനെ പറ്റി സംസാരിച്ചിട്ടാണെങ്കിലും എന്നെ കൊണ്ട് പറ്റുമെന്നും എപ്പോഴാണെങ്കിലും ഞാനിങ്ങനെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്നെല്ലാം പറഞ്ഞാൽ ഓക്കെ എന്നല്ലാണ്ട് ഇന്നേ വരെ വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഞാനൊരു ക്രിക്കറ്റ് ആരാധകനാണ്. അപ്പം എനിക്കോ കളിക്കാൻ പറ്റിയില്ല. അപ്പം എൻ്റെ മക്കളെങ്കിലും പഠിപ്പിക്കണമെന്ന കണ്ടീഷനിൽ മോക്ക് ഒരു 5 വയസ്സുള്ളപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാറ്റും ഒരു ബോളും വാങ്ങിക്കൊടുത്തു. അതാണ് തുടക്കം. അങ്ങനെ കളിക്കും ഏറ്റവും കൂടുതൽ. അങ്ങനെ ഞാൻ അന്ന് TV ഒന്നുമില്ല വീട്ടിൽ. അപ്പോൾ ഇങ്ങനെ ടൗണിലത്തെ കടകളിൽ പോയിട്ട് ക്രിക്കറ്റ് കളി കാണും. അങ്ങനെ വണ്ടീൻ്റെ അടവെല്ലാം തെറ്റി അങ്ങനെ വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോക്ക് ബാറ്റും ഇത് വാങ്ങിക്കൊടുത്തപ്പോൾ വീട്ടിൽ ഭയങ്കര പ്രശ്നം, പ്രത്യേകിച്ച് പെൺകുട്ടി. നിങ്ങളോ എങ്ങനെയായി കൂടുതൽ എൻ്റെ അമ്മയാണ് പറയുന്നത്. എനിക്ക് ആൺകുട്ടികൾ ഇവിടെ പെൺകുട്ടികൾ കുറവായിരുന്നു. അപ്പോൾ ആൺകുട്ടികളോടെയാണ് കളിക്കേണ്ടത്. തൊട്ട് ബാക്കത്തെ ഗ്രൗണ്ടിൽ കളിക്കും. പിന്നെ എൻ്റെ അനിയന്മാരോട് കളിക്കും. അങ്ങനെ കളിച്ചു. 5 വയസ്സ് തൊട്ട് ബാറ്റ് കളി തുടങ്ങി. പിന്നെ അത് കുറച്ച് ടച്ച് വിട്ടു. മോള് ഹോസ്റ്റലിൽ പോയി. അവിടുന്ന് നമ്മളറിയാണ്ട് അവിടുന്ന് ഹോസ്റ്റലിൽ നിന്ന് കളിക്കുമായിരുന്നു. അങ്ങനെ +2 വന്നപ്പോഴാണ് ഇവിടുന്ന് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്ന് വൊക്കേഷണൽ ഹൈസ്കൂളിൽ എൽസമ്മ ടീച്ചർ കണ്ട് ക്രിക്കറ്റിലേക്ക് മോളെ തിരിച്ചു വിട്ടത്. പിന്നെ ഞാൻ ക്രിക്കറ്റ് കളി നിർത്തിയപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ് ഇപ്പം സ്കോർ നോക്കലും പറയലൊക്കെ. നേരെ തിരിഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം അറിയായിരുന്നു രണ്ടാളെയും പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് മോക്ക് സജനാനും മോന് സച്ചിന് പേരിട്ടെ. പക്ഷെ സച്ചിൻ കളിച്ചില്ല, സജന കളിച്ചു. നേരെ തിരിഞ്ഞു പോയി. കുഴപ്പമില്ല.
അവളുടെ ക്രിക്കറ്റ് പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അറിയായിരുന്നു എന്തായാലും അവൾ വയനാട് ജില്ലയിൽ നന്നായിട്ട് കളിച്ചു. അങ്ങനെ കേരളത്തിൻ്റെ സെലക്ഷൻ കിട്ടി. അതിലും അവൾ കേരളത്തിൻ്റെ ക്യാപ്റ്റനായി. അപ്പോഴൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ടാവും മനസ്സിലുണ്ട് ഇന്ത്യയിൽ എത്തും എന്നുള്ള പ്രതീക്ഷ. എന്നാലും അവൾ ഈ സമയത്തെങ്കിലും എത്തിയല്ലോ, അത് ഞങ്ങൾക്ക് വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഉണ്ടായിരുന്നത്. കാരണം ഞങ്ങളൊക്കെ വേണ്ടത്ര ആർന്നു വെച്ച് ഇനി ഞങ്ങൾ അറിയാം ആരാ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയറിന്റെ അമ്മയും അച്ഛനും. അതിലേറെ അഭിമാനം ഇനി എന്താ ഉള്ളത്? സജനയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ലോകോത്തര സൗകര്യങ്ങളും പരിശീലനവും പിന്തുണയും നൽകി കളിക്കളത്തിലെ ആദ്യ പടവുകൾ മുതൽ രാജ്യാന്തര വേദികളിലെ പ്രകടനങ്ങൾക്ക് വരെ സജനയെ സജ്ജമാക്കാൻ ഓരോ ഘട്ടത്തിലും KCAക്ക് സാധിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജേഴ്സിയിൽ ഈ ഗ്രൗണ്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷവും അതിലുപരി അഭിമാനവുമായിട്ടുള്ള ഒരു നിമിഷമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ക്രിക്കറ്റിലേക്ക് കടന്നു വന്നപ്പോൾ എന്താണോ ഞാൻ ആഗ്രഹിച്ചത് ആ ഡ്രസ്സിൽ തന്നെ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ സ്വന്തം ഗ്രൗണ്ടായ GVHSS മാനന്തവാടി ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടിലാണ് ഞാൻ കളിച്ചു വളർന്നത്. ഇവിടുന്നാണ് ഞാൻ എൻ്റെ ക്രിക്കറ്റ് കരിയർ തുടങ്ങിയത്. സോ ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഭയങ്കര അഭിമാനിക്കുന്നുണ്ട്. ക്രിക്കറ്റ് തുടങ്ങിയ സമയത്ത് ഈ ഗ്രൗണ്ട് ഇങ്ങനെ തന്നെയായിരുന്നു. എന്നിരുന്നാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള നെറ്റ്സോ കാര്യങ്ങളോ ഒന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ഈ ഗ്രൗണ്ടിൽ കളി തുടങ്ങി ഞാൻ കൃഷ്ണഗിരിയിൽ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം കൂടെ അവിടേക്ക് പോകാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഈ ഗ്രൗണ്ടിൽ തന്നെയാണ് എൻ്റെ സ്കിൽസും എൻ്റെ ഫിറ്റ്നസ്സും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിൽ തന്നെയായിരുന്നു ഞാൻ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടുന്ന് കളി തുടങ്ങിയ സമയത്ത് എൽസമ്മ ടീച്ചറിന് ശേഷം എൻ്റെ സ്കിൽ വൈസ് ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് എൽസമ്മ ടീച്ചറിൻ്റെ മകൾ അനുമോൾ ബേബി ചേച്ചി, ഷാനവാസ് സാർ, ദീപ്തി ചേച്ചി, അങ്ങനെ ഒരുപാട് ആൾക്കാരാണ് ഈ ഗ്രൗണ്ടിൽ വെച്ച് എന്നെ ബേസിക്സ് ആയിട്ടുള്ള, അതായത് ക്രിക്കറ്റിൽ ബാറ്റ് എങ്ങനെ പിടിക്കണം, ബോൾ എങ്ങനെ പിടിക്കണം തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടുന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷം WDCAൻ്റെ കീഴിൽ വന്നപ്പോഴേക്കും ജസ്റ്റിൻ സാർ, അതേപോലെ അനു അശോക് മിസ്, ഓരോ സമയങ്ങൾ ഒരുപാട് ആൾക്കാരുടെ കീഴിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് പോയിട്ടുണ്ട്. ആ എല്ലാവരെയും ഞാൻ ഈ ഒരു സമയത്ത് ഓർക്കുകയാണ്. KCAയുടെ തികഞ്ഞ പിന്തുണയോടെ സജന തന്റെ കരിയറിന്റെ പരകോടിയിലേക്കെത്തി. KCAനെ എടുത്തു പറയുമ്പോൾ 2012-13 ഞാൻ ക്രിക്കറ്റ് തുടങ്ങിയ കാലത്ത് ഉണ്ടായിരുന്ന സെക്രട്ടറി TC മാത്യു സാറ് മുതൽ അതിനുശേഷം വന്ന അനന്തൻ സാറ്, പിന്നീട് വന്ന ശ്രീജിത്ത് സാറ്, ജയേഷ് സാറ്, ഇപ്പം നിലവിലുള്ള വിനോദ് സാർ, ഇത്രയും പേരുടെ ഒരു വലിയൊരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. KCAനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും WDCA വയനാട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു വലിയ പിന്തുണയും പറയേണ്ടിയിരിക്കുന്നു. മാനന്തവാടിയിൽ നിന്ന് തുടങ്ങി നെക്സ്റ്റ് ഞാൻ പോകുന്നത് വയനാട് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിലേക്കായിരുന്നു. അവരിൽ ഏറ്റവും കൂടുതൽ എന്നെ പിന്തുണയേകി വന്നത് സെക്രട്ടറിയായ നാസിർ മച്ചാൻ സാർ, ബാലു സാർ, ജാഫർ സാർ തുടങ്ങിയ WDCAൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാവരുമായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഇത്രയും വലിയൊരു പ്രൊഫഷണലായിട്ട് എങ്ങനെ മാറണം, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്റർ എങ്ങനെയൊക്കെ ആയിത്തീരണം, നമ്മളുടെ ന്യൂട്രീഷൻ എങ്ങനെയായിരിക്കണം, നമ്മളുടെ ട്രെയിനിങ് പ്രോസസ്സുകൾ എങ്ങനെയായിരിക്കണം, ഒരു അത്ലറ്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കേണ്ട റെസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അങ്ങനെ ഒരുപാട് തുടങ്ങിയ അനവധി കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്. അതിനെ പറ്റിയിട്ടെല്ലാം വ്യക്തമായിട്ടുള്ള ധാരണ തരാൻ മുൻകൈ എടുത്തു വന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആയിരുന്നു. അവർ തന്ന ക്ലാസ്സുകളും അവർ തന്ന ഒരു എന്താ പറയുക പ്രൊഫഷണൽ ടച്ച്, HPC പോലുള്ള ക്യാമ്പുകൾ, COE പോലുള്ള ക്യാമ്പുകളെല്ലാം എന്നെ ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററായി വളർത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി നേരിട്ട് ആദ്യ പന്തിൽ സിക്സർ പായിച്ച് ഒരു ബോളിൽ 5 റൺസ് എന്ന വിജയലക്ഷ്യം കീഴടക്കി. സജനയുടെ ഒരു മെന്റൽ ആ ഒരു സ്ട്രെങ്ത് കാണിക്കുന്നത് നമ്മുടെ WPL ആദ്യമായിട്ട് WPL സജന കളിക്കുന്ന മാച്ചിന് ലാസ്റ്റ് ബോളിൽ 6 അടിച്ചാൽ ജയിക്കും. ആ ഒരു സിറ്റുവേഷനിൽ അത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ആ ഒരു ഡിറ്റർമിനേഷനും ആ ഒരു ഹാർഡ് വർക്കിൻ്റെയും ആ ഒരു മെന്റൽ സ്ട്രെങ്തും ഒക്കെ കാണിക്കുന്നു. An incredible moment
ടീമിനെ ആവേശ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ട് സജന വിമൻസ് പ്രീമിയർ ലീഗിന്റെ അരങ്ങേറ്റത്തിൽ തന്നെ തന്റേതായ മുദ്ര പതിപ്പിച്ചു. ഡൊമസ്റ്റിക് സീസൺ കഴിഞ്ഞിട്ട് എൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് ഞാൻ അച്ചീവ് ചെയ്തത് WPL ആയിരുന്നു, വുമൻസ് പ്രീമിയർ ലീഗ്. മുംബൈ ഇന്ത്യൻസ് ടീമിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ജേഴ്സി അണിഞ്ഞത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ WPL ആ ഒരു റേഞ്ചിലേക്ക് പോകുമ്പം മൊത്തത്തിലുള്ളൊരു വലിയ മാറ്റമായിരുന്നു. ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററിനെ നേരിട്ട് ഹർമന്തി, വോങ്, ഷബ്നം ഇസ്മയിൽ, അതേപോലെ നാറ്റ് എന്ന് തുടങ്ങിയ ഒരുപാട് പ്രൊഫഷണൽസിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പം നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നും നമ്മളുടെ പ്രൊഫഷണലിസം എങ്ങനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമെന്നും വ്യക്തമായിട്ടുള്ള ധാരണ വന്നത് WPLന് ശേഷമായിരുന്നു. ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റേഴ്സുമായിട്ട് ഇടപഴകുമ്പോഴും അവരുടെ ഡ്രസ്സിംഗ് റൂം ഷെയർ ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഒരു പ്രൊഫഷണലായിട്ട് എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. WPLന് ശേഷമാണ് ഇന്ത്യൻ ജേഴ്സി അണിയാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത്. ഇന്ത്യൻ ജേഴ്സി അണിയാനും നിരവധി രാജ്യാന്തര മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒടുവിൽ 2024 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം നേടാനും സജനയ്ക്ക് സാധിച്ചു. സജനയ്ക്കും മറ്റസംഖ്യം യുവതാരങ്ങൾക്കും അവരുടെ സ്വപ്നങ്ങളെ പിന്തുടരാനുള്ള വേദി ഒരുക്കുന്നതിൽ KCAയുടെ പങ്ക് നിർണായകമായിരുന്നു. നമ്മുടെ മറ്റ് ജൂനിയർ ക്രിക്കറ്റേഴ്സിന് അതൊരു വലിയൊരു പ്രചോദനമാണ്. ഇങ്ങനെ ഈ നമ്മുടെ പ്ലെയേഴ്സ് ഇപ്പോൾ സജിനെ പോലെ അല്ലെങ്കിൽ മിന്നുമണിയെ പോലെ ആൾക്കാർ ഇന്ത്യൻ ടീമിൽ കളിക്കുന്നു, പെർഫോം ചെയ്യുന്നു. അങ്ങനെ തീർച്ചയായിട്ടും അതൊരു അവർക്കെല്ലാം ഉള്ളൊരു പ്രചോദനമാണ്. ഇനിയും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഈ ഹയർ ലെവലിലെ പെർഫോമൻസ് വരാനായിട്ട് നമുക്ക് ജൂനിയർ നല്ല പെർഫോം ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഹൈ പെർഫോമൻസ് ക്യാമ്പുകളും അതുപോലെ തന്നെ അക്കാഡമിയിൽ തന്നെയുള്ള കോച്ചിങ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും സ്പെഷ്യലിസ്റ്റ് കോച്ചസിനെ എല്ലാം കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാനുള്ള പദ്ധതികളാണ് ഇനി വരും വർഷങ്ങളിലും അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വയനാട് ക്രിക്കറ്റ് അക്കാഡമിയിൽ, നമ്മുടെ കൃഷ്ണഗിരി അക്കാഡമി, കേരള ക്രിക്കറ്റ് കൃഷ്ണഗിരി അക്കാഡമിയിൽ എനിക്കൊണ്ട് സജ്ജന കാരണം തന്നെ കുറേ കുട്ടികൾ അതിനകത്തേക്ക് ആ ഒരു അക്കാഡമിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ പെർഫോമൻസ് കാരണമല്ല, പണ്ട് തന്നെ വെച്ചാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആ ടീമിനെ കൊണ്ടു നടക്കലും ആ അക്കാഡമിയിലെ തന്നെ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് ഈ പറഞ്ഞ ബാക്കി കുട്ടികളെ പ്രചോദനത്തിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഏതായാലും ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ എത്തി നിൽക്കുന്നു. ഇനി അതൊരു ഇന്ത്യൻ ടീമിൻ്റെ സ്ഥിരം സാന്നിധ്യമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ക്രിക്കറ്റർ ആയിട്ടെന്നല്ല, ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് എത്തിപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഏതൊരു സാഹചര്യവും നിങ്ങൾക്ക് എതിരാണെങ്കിലും നിങ്ങൾക്കത് നേടാൻ സാധിക്കും. നിങ്ങളുടെ എഫേർട്ടാണ് അവിടെ വേണ്ടത്. നമുക്ക് പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും എത്തിച്ചേരാൻ പറ്റുമെന്നുള്ള വിശ്വാസവും അതിനുവേണ്ടി നിങ്ങളിടുന്ന എഫേർട്ടും തീർച്ചയായും നിങ്ങളെ എവിടെയാണോ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ എത്തിച്ചേരാൻ നിങ്ങൾക്ക് തീർച്ചയായും പറ്റും. പിന്നെ അതേപോലെ ക്രിക്കറ്റിലേക്ക് വരുന്നവർക്ക് നല്ല ഫെസിലിറ്റീസാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിലും അതിൻ്റേതായ അസോസിയേഷൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിൽ വർക്ക് ചെയ്ത് വരുന്നുണ്ട്. സോ താല്പര്യമുള്ളവർ ഒരിക്കലും ഒരു അറിയപ്പെടണം എന്നോ പൈസയുടെയോ പേരിൽ ആരും ക്രിക്കറ്റ് കളിച്ച് വരരുത്. ബട്ട് നിങ്ങൾക്ക് ആ ആഗ്രഹവും ആസ് എ പ്ലെയർ ആയിട്ട് വരണം, ഇതേപോലെ ഹയർ ലെവലിൽ കളിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള വഴി ഓരോ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനും നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്നതായിരിക്കും. സോ നിങ്ങളുടെ എഫേർട്ടും നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ മുന്നിലേക്ക് നയിക്കുക. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കൈ പിടിച്ചുകൊണ്ട് മാനന്തവാടിയിലെ ഗ്രൗണ്ടിൽ നിന്ന് ലോകവേദിയിലേക്കുള്ള സജനയുടെ ഈ യാത്ര ഓരോ മലയാളിക്കും അഭിമാന നിമിഷമാണ്.